ഇരുനില വീട് പൊക്കിയെടുത്ത് ഹരിയാനയിൽ നിന്നുള്ള സംഘം. തൃശൂർ പേരാമംഗലം മനപ്പടിക്ക് സമീപമുള്ള ഇരുനില വീടാണ് ഭൂമിയിൽ നിന്നും അപ്പാടെ പൊക്കിയെടുത്ത് 1 മീറ്ററിലധികം തറ ഉയർത്തിയത്. ഗാരേജുകളിൽ വാഹനം ജാക്കി ലിവർ ഉപയോഗിച്ച് ഉയർത്തുന്ന പോലെയാണ് ഹരിയാനയിൽ നിന്നുള്ള സംഘം ഇരുനില വീടിനെ പൊക്കിയെടുത്തത്. ചെറിയൊരു പാളിച്ചയുണ്ടായാൽ വീട് വിള്ളലുണ്ടായി ആകെ തകരുന്ന അതിസാഹസികമായ ജോലിയാണ് ഹരിയാനയിൽ നിന്നുള്ള സംഘം അതീവ കരുതലോടെ ചെയ്തു തീർത്തത്. നെൽവയലിന് സമീപം താഴ്ന്ന ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഇരുനില വീട് 4 വർഷങ്ങൾക്ക് മുൻപാണ് ലഫ്റ്റനന്റ് കേണൽ ഇ ഡി ജേക്കബ് സ്വന്തമാക്കിയത്. 10 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചെടുത്ത വീടിന് ചുറ്റും മഴക്കാലത്ത് വെള്ളം നിറയുക പതിവാണ്. അങ്ങനെയാണ് താഴ്ന്ന ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഇരുനില വീടിനെ ഉയർത്തിയെടുക്കാൻ കേണൽ ജേക്കബ് തീരുമാനിച്ചത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഹരിയോം ശിവ ഹൌസ് ലിഫ്റ്റിംഗ് കമ്പനിയിലേക്കും ഉടമ രാഹുൽ ചൌഹാനിലേക്കും എത്തിയത്. 10ഓളം ടെക്നീഷ്യന്മാർ 30 ദിവസങ്ങളിലായാണ് ഒരു വീട് പൊക്കിയെടുത്ത് ഉയർത്തുക. ജാക്കി ലിവർ ഉപയോഗിച്ച് സൂക്ഷ്മതയോടെ 4 ഭാഗത്തു നിന്നും ടെക്നീഷ്യന്മാർ 30 ദിവസങ്ങളിലായാണ് വീട് ഉയർത്തിയെടുക്കുക. തുടർന്ന് ഇഷ്ടികകൾ പടുത്ത് തറ മണ്ണിട്ട് നികത്തി ഉയർത്തിയെടുക്കുന്നു. 1 മീറ്ററിലധികമാണ് മനപ്പടി ഐശ്വര്യ ഗാർഡനിലുള്ള കേണൽ ജേക്കബിന്റെ വീട് ഉയർത്തിയെടുത്തിട്ടുള്ളത്. തന്റെ സ്വന്തം വിയർപ്പിൽ ആദ്യമായി താൻ വാങ്ങിച്ചെടുത്ത ഈ വീടിനോടുള്ള അടുപ്പമാണ് പൊളിച്ചുമാറ്റി മറ്റൊന്നു പണിയാതെ ഉയർത്തിയെടുക്കാൻ പ്രേരണയായത് എന്നാണ് ലഫ്റ്റനന്റ് കേണൽ ജേക്കബ് ഇ ഡി പറയുന്നത്. ഇവിടെ വീട് പണിയണ സമയത്ത് ഞാൻ പണിത് വീട് മേടിച്ചതാണ്. ഇത് ആ സമയത്ത് ഉയരത്തിലായിരുന്നു വീട് നിന്നിരുന്നത്. സബ്സിക്വന്റ്ലി ഡെവലപ്പേഴ്സ് മണ്ണിട്ട് സ്ഥലങ്ങൾ പൊക്കി വന്നപ്പോൾ ഇതിന്റെ റിലേറ്റീവ് ഹൈറ്റിന് വേരിയേഷൻ വന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത് പൊക്കാൻ തീരുമാനിച്ചത്. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിൽ താൻ ഈ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഇത് 4ാം തവണയും തൃശൂരിൽ ആദ്യവുമാണെന്നാണ് രാഹുൽ ചൌഹാൻ പറയുന്നത്. इसको हम लोग हरियाणा से सबसे पहले मेरे ग्रैंडफादर ने बिल्डिंग लिफ्टिंग की थी 1996 में. अब हम लोग कर रहे हैं इस बिल्डिंग को और हमारी कंपनी ऑल इंडिया सर्विस है. और आप जो देख रहे हो इस बिल्डिंग को हमने बिल्कुल बिना डैमेज के कोई भी हमने पूरा लिफ्ट किया इसको 1 मीटर तक. ഹരിയാനയിലെ പാനിപ്പത്ത് നിവാസിയായ 22 വയസ്സ് മാത്രം പ്രായമുള്ള രാഹുൽ മുത്തച്ഛനിൽ നിന്നാണ് ഈ വിദ്യ പഠിച്ചെടുത്തത്. പുഴക്കരികിലുള്ള സ്വന്തം വീട് വെള്ളപ്പൊക്കത്തിൽപ്പെട്ടപ്പോഴാണ് മുത്തച്ഛൻ വീട് ഉയർത്താൻ ശ്രമിച്ചതും പിന്നീട് തൊഴിലാക്കിയതെന്നുമാണ് രാഹുൽ പറയുന്നത്.